നമസ്തേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം തുടരുന്നു. ഓം ഭാഗീശാദ്യാസു മനഃ സർവാർത്ഥനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാസ്യുസ്തന്നമാമി ഗജാനനം ദൗർഭർയുക്താ ചതുർഭിസ്ഫടികമണിമയീമക്ഷമാലാം ദധാന ഹസ്തേനയ്യേന പദ്മം സിതമപി ച ശുഗം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശങ്കസ്ഫടികമണിനിഭാ ഭാസമാനാ സമാന സാ മേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അയോധ്യാകാന്ഡം ഏകോനവിംശ സർഗ 19-ാം സർഗമാണ്. ഇവിടെ മുതലാണ് നമ്മൾ വാൽമീകിയുടെ രാമനെ അറിഞ്ഞു തുടങ്ങുന്നത്. കഴിഞ്ഞ സർഗത്തിൽ 18-ാം സർഗത്തിൽ അച്ഛൻ്റെ സന്ദേശം എന്തെന്നറിയാൻ കൊട്ടാരത്തിൽ വന്നു കയറിയ രാമനെ നമ്മൾ കണ്ടു. സന്താപാകുലനായി തകർന്നിരിക്കുന്ന പിതാവിൻ്റെ വ്യഥ തീർക്കാൻ രാമൻ 14 വർഷം കാട്ടിൽ പോകണമെന്നും ഭരതന് രാജ്യഭാരം വേണമെന്നുമുള്ള ആവശ്യം രാമൻ അംഗീകരിക്കണമെന്നും കൈകേയി പറഞ്ഞു. പോരുന്ന വഴി മുഴുവൻ താൻ രാജാവായി അഭിഷേകം ചെയ്യുന്നതിൽ തൻ്റെ പ്രജകളുടെ പരമാനന്ദവും ആഘോഷങ്ങളും കണ്ടുവന്ന രാമന് ഈ ഒരു വാർത്ത എങ്ങനെ ആ രാജ്യത്തെ പിടിച്ചുലയ്ക്കുമെന്ന് നന്നായി അറിയാം. ഈ സർഗത്തിൽ ഇത്രയും ഭീകരമായ ആ വാർത്ത അദ്ദേഹം സ്വയം എങ്ങനെ ഉൾക്കൊള്ളുന്നുവെന്ന് നമ്മൾ അറിയുന്നു. 19-ാം സർഗം. ശ്രീരാമസ്യ വനയാത്ര പ്രതിജ്ഞ. ശ്രീരാമൻ വനയാത്രയെക്കുറിച്ച് പ്രതിജ്ഞ ചെയ്യുന്നത്. തതപ്രിയമമിത്രഘ്നോ വചനം മരണോപമം ശ്രുത്വാന വിവ്യഥേ രാമ കൈകേയീം ചേദമബ്രവീത് ഏവമസ്തു ഗമിഷ്യാമി വനം വസ്തുമഹം ത്രിത ജഡാജിനധരോ രാജ്ഞ പ്രതിജ്ഞാമനുപാലയൻ. ഇദം തു ജ്ഞാതുമിച്ഛാമി കിമർത്ഥം മാം മഹീപതി നാഭിനന്ദതി ദുർധർഷോ യഥാ പൂരമരിന്ദമ മഞ്ഞുർണ ചത്വയാ കാര്യോ ദേവി ബ്രൂമി തവാഗ്രത യാസ്യാമി ഭവ സുപ്രീതാ വനം ചീരജടാധര ഹിതേന ഗുരുണാ പിത്രാ കൃതജ്ഞേന നൃപേണ ച നിയുജ്യമാനോ വിശ്രബ്ധ കിം ന കുര്യാമഹം പ്രിയം അളീകം മാനസം ത്വേകം ഹൃദയം ദഹതീവ മേ സ്വയം യന്നാഹമാം രാജാ ഭരതസ്യാഭിഷേചനം അഹം ഹി സീതാം രാജ്യം ച പ്രാണാനിഷ്ഠാൻ ധനാനി ച ഹൃഷ്ടോ ഭ്രാത്രേ സ്വയം ദദ്യാം ഭരതായ പ്രചോദിത കിം പുനർമനുജേന്ദ്രേണ സ്വയം പിത്രാ പ്രചോദിത തവ ച പ്രിയകാമാർത്ഥം പ്രതിജ്ഞാമനുപാലയൻ തദാശ്വാസയ ഭീതം ത്വം കിം ന്യുതം യന്മഹീപതി വസുധാസക്തനയനോ മന്ദമശ്രൂണി മുഞ്ജതി ഗച്ഛന്തു ചൈവാനയിതും ദൂതാ ശീഘ്രജവൈർഹയൈः ഭരതം മാതുലകുലാദദ്യൈവ നൃപശാസനാത് ദണ്ഡകാരണ്യമേഷോ അഹമിതോ ഗച്ഛാമി സത്വര അവിചാര്യ പിതുർവാക്യം സമാവസ്തും ചതുർദശ സാ ഹൃഷ്ടാ തസ്യ തദ്വാക്യം ശ്രുത്വാ രാമസ്യ കൈകേയീ പ്രസ്ഥാനം ശ്രദ്ധധാനാഹി ത്വരയാമാസ രാഘവം ഏവം ഭവതു യാസ്യന്തി ദൂതാ ശീഘ്രജവൈർഹയൈ ഭരതം മാതുലകുലാദുപാവർത്തയിതും നരാ തവ ത്വഹം ക്ഷമം മന്യേ ചോത്സുകസ്യ വിളംബനം രാമ തസ്മാദിത ശീഘ്രം വനം ത്വം ഗന്തുമർഹസി വ്രീഡാന്വിത സ്വയം യച്ച നൃപസ്ത്വാം നാഭിഭാഷതേ
നൈതത്കിഞ്ചിന്നരശ്രേഷ്ഠമന്യുരേഷോപനീയതാം യാവത്വം നവനം യാത പുരാതസ്മാദഭിത്വരൻ പിതാ താവന്നതേ രാമ സ്നാസ്യതേ ഭോക്ഷ്യതേ അഭിവാ കഷ്ടമിതി നിശ്വസ്യ രാജാ ശോകപരിപ്ലുത മൂർച്ഛിതോ ന്യവദത്തസ്മിൻ പര്യങ്കേ ഹേമഭൂഷിതേ രാമോ അപ്യുത്ഥാപ്യ രാജാനം കൈകേയ്യാഭിപ്രചോദിത കശയേവാഹതോ വാജീവനം ഗന്തും കൃതത്വര തദപ്രിയമനാര്യായാ വചനം ദാരുണോദയം ശ്രുത്വാ ഗതവ്യഥോ രാമ കൈകേയീം വാക്യമബ്രവീത് നാഹമർത്ഥപരോ ദേവി ലോകമാവസ്തുമുത്സഹേ വിദ്ധി മാം ഋഷിഭിസ്തുല്യം കേവലം ധർമ്മമാസ്ഥിതം യദത്ര ഭവതഃ കിഞ്ചിച്ഛക്യം കർത്തും പ്രിയം മയാ പ്രാണാനപി പരിത്യജ്യ സർവഥാ കൃതമേവ തത് ന ഹ്യതോ ധർമ്മചരണം കിഞ്ചിദസ്തി മഹത്തരം യഥാ പിതരി ശുശ്രൂഷാ തസ്യ വാ വചനക്രിയാ അനുക്തോ അപ്യത്ര ഭവതാ ഭവത്യാ വചനാദഹം വനേ വാത്സ്യാമി വിജനേ വർഷാണീഹ ചതുർദശ ന നൂനം മയി കൈകേയി കിഞ്ചിദാശംസസേ ഗുണം യദ്രാജാനമവോജസ്ത്വം മമേശ്വരതരാ സതി യാവന്മാതരമാപൃച്ഛേ സീതാം ചാനുനയാമ്യഹം തതോ അദ്യൈവ ഗമിഷ്യാമി ദണ്ഡകാനാം മഹദ്വനം ഭരത പാലയേദ്രാജ്യം ശുശ്രൂഷേച്ച പിതുര്യഥാ തഥാ ഭവത്യാ കർത്തവ്യം സഹി ധർമ്മസനാതന സ രാമസ്യ വച ശ്രുത്വാ ഭൃശം ദുഃഖഹത പിതാ ശോകാദശക്നുവൻ ബാഷ്പം പ്രരുരോധ മഹാസ്വനം വന്ദിത്വാ ചരണൗ രാമോ വിസഞ്ജസ്യ പിതുസ്തദാ കൈകേയ്യാശ്ചാപ്യ നാര്യായാ നിഷ്പപാദ മഹാദ്യുതി സ രാമ പിതരം കൃത്വാ കൈകേയീം ച പ്രദക്ഷിണം നിഷ്ക്രമ്യാന്തപുരാ തസ്മാസ്ത്വം ദദർശ സുഹൃജനം തം ബാഷ്പപരിപൂർണാക്ഷ പൃഷ്ഠതോ അനുജഗാമഃ ലക്ഷ്മണ പരമക്രുദ്ധ സുമിത്രാനന്ദവർദ്ധന അഭിഷേചനികം ഭാണ്ഡം കൃത്വാ രാമ പ്രദക്ഷിണം ശനിർജഗാമസാപേക്ഷോ ദൃഷ്ടിം തത്രാവിചാലയൻ ന ചാസ്യ മഹതീം ലക്ഷ്മീം രാജ്യനാശോപകർഷതി ലോകകാന്തസ്യ കാന്തത്വം ശീതരശ്മീരിവ ക്ഷപാ നവനം ഗന്ധുകാമസ്യ ത്യജതശ്ച വസുന്ധരാം സർവലോകാധികസ്യേവ്യ ലക്ഷ്യതേ ചിത്തവിക്രിയാ പ്രതിഷിധ്യ ശുഭം ഛത്രം വ്യജനേ ച സ്വലംകൃതേ വിസർജയിത്വാ സ്വജനം രഥം പൗരാംസ്തഥാ ജനാൻ ധാരയൻ മനസാ ദുഃഖമിന്ദ്രിയാണി നിഗ്രഹ്യ ച പ്രവിവേശാത്മവാൻ വേശ്മമാധുരപ്രിയ ശംസിവാൻ സർവോ ഹ്യഭിജന ശ്രീമാൻ ശ്രീമതഃ സത്യവാദിന നാലക്ഷയതരാമസ്യ കിഞ്ചിദാകാരമാനനേ ഉചിതം ച മഹാബാഹുർന ജഹൗ ഹർഷമാത്മന ശാരദ സമുദീർണാം ശുശ്ചന്ദ്രസ്തേജ ഇവാത്മജം വാചാ മധുരയാ രാമ സർവം സമ്മാനയഞ്ജനം മാതു സമീപം ധീരാത്മാ പ്രവിവേശ മഹായശാ തം ഗുണൈഃ സമതാം പ്രാപ്തോ ഭ്രാതാ വിപുലവിക്രമ സൗമിത്രിരനുരാജ ധാരയൻ ദുഃഖമാത്മജം പ്രവിശ്യ വേശ്മാതിഭൃശം മുദാന്വിതം സമീക്ഷ്യതാം ചാർത്ഥവിപത്തിമാഗതം ന ചൈവ രാമോ അത്ര ത്യഗാമവിക്രിയാം സുഹൃജ്ജനസ്യാത്മവിപത്തിശങ്കയാ. इत्यार्षे श्रीमद् रामायणे वाल्मीकि आदिकाव्ये अयोध्याकाण्डे एकोनविंश सर्ग 19 सर्गं समाप्तम्. സർവശത്രുക്കളെയും നശിപ്പിക്കാൻ കഴിവുള്ളവനായ ശ്രീരാമൻ വിഷത്തിന് തുല്യമായ കൈകേയിയുടെ വാക്കുകേട്ട് അക്ഷോഭ്യനായി പറയുന്നു: ഞാനിതാ ഇപ്പോൾ തന്നെ ജടമുടി ധരിച്ച് മാൻതോലുടുത്ത് വനവാസത്തിന് പോയിക്കൊള്ളാം. ഭവതിയുടെ അഭിഷ്ടം സാധിച്ചതായി തന്നെ കരുതിക്കൊള്ളൂ. സീതയെയും രാജ്യത്തെയും ധനത്തെയും
പ്രജകളെയും എല്ലാം ഭരതനെ ഏൽപ്പിക്കാൻ എനിക്ക് സന്തോഷമേയുള്ളൂ. പക്ഷേ പിതാവ് എന്നോട് സംസാരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ക്ഷേമത്തെ തന്നെ ഇച്ഛിക്കുന്ന ധർമ്മമാർഗങ്ങൾ അറിഞ്ഞ രാജാവ് എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും. ഇതറിയാവുന്ന മഹാരാജാവ് എന്നോട് എന്തുകൊണ്ടിത് പറഞ്ഞില്ല? നിലത്ത് തന്നെ നോക്കി കണ്ണീരൊഴുക്കിക്കൊണ്ടേയിരിക്കുന്ന അച്ഛനെ ഇനിയെങ്കിലും ആശ്വസിപ്പിക്കൂ. ഭരതനെ വിളിക്കാൻ ഉടൻ തന്നെ ദൂതന്മാർ പോകട്ടെ. ഞാനിത് ഇപ്പോൾ തന്നെ ദണ്ഡകാരണ്യത്തിലേക്ക് പോയിക്കൊള്ളാം. ഇത് കേട്ട കൈകേയി സന്തോഷഭരിതയായി കാര്യം നടക്കുമെന്നുറപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അതിപ്പോൾ തന്നെ ആൾക്കാർ പോയിക്കൊള്ളും. പക്ഷെ നീ ഇപ്പോൾ തന്നെ കാട്ടിലേക്ക് പുറപ്പെട്ടുകൊള്ളൂ. കാലവിളംബം വേണ്ട. രാജാവ് മിണ്ടാതിരിക്കുന്നത് ദുഃഖം കൊണ്ടാണ്. നീ പോയിക്കഴിഞ്ഞാൽ ദുഃഖം മാറിക്കൊള്ളും. നീ പോകാതെ രാജാവ് കുളിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യില്ല. ഇത് കേട്ടതേ സുവർണഭൂഷിതമായ മഞ്ചത്തിലിരുന്ന രാജാവ് മോഹാലസ്യപ്പെട്ട് വീണുപോയ പിതാവിനെ രാമൻ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന സമയത്ത് കൈകേയി യാത്ര പുറപ്പെടുന്നതിന് വേണ്ടി രാമനോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇത് കേട്ടിട്ടും ഒട്ടും കുലുങ്ങാതെ രാമൻ പറഞ്ഞു, ദേവി, പുരുഷാർത്ഥങ്ങളിൽ അർത്ഥം ഒന്നിൽ മാത്രം താല്പര്യത്തോടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും ധർമ്മം അവലംബിച്ച് ജീവിക്കുന്ന എനിക്ക് ഋഷിതുല്യനായ പൂജ്യപാതനായ പിതാവിൻ്റെ അഭീഷ്ടം എന്താണെങ്കിലും മനുഷ്യസാധ്യമായതെങ്കിൽ പ്രാണങ്ങളെ ത്യജിച്ചായാലും ചെയ്തിരിക്കും എന്നറിയൂ. പിതാവിൻ്റെ ആജ്ഞ അനുഷ്ഠിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമമായ ധർമാനുഷ്ഠാനം. പിതാവ് എന്നോട് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും ഭവതിയുടെ ആജ്ഞപ്രകാരം പോകുന്നു. എന്നോട് കൽപ്പിക്കാൻ അധികാരമുണ്ടെന്നിരിക്കെ എനിക്ക് അല്പം പോലും ഗുണമില്ലെന്ന് ധരിച്ചുവോ? അതുകൊണ്ടാണോ മഹാരാജാവിനോട് പറഞ്ഞത്? നേരിട്ട് പറയാമായിരുന്നല്ലോ എന്ന വിവക്ഷ. അമ്മയെയും സീതയെയും കണ്ട് യാത്ര പറഞ്ഞിട്ട് ഞാൻ ഇന്ന് തന്നെ വനത്തിലേക്ക് പോകുന്നുണ്ട്. ഭരതൻ പിതാവിന് ശുശ്രൂഷ ചെയ്യുന്ന കാര്യവും രാജ്യപരിപാലനം ചെയ്യുന്ന കാര്യവും കൂടി ശ്രദ്ധിച്ചു കൊള്ളണമെന്നും കൂടി കൈകേയിയെ ഓർമ്മപ്പെടുത്തുന്നു. ഇത് കേട്ട മഹാരാജാവ് പൊട്ടിക്കരഞ്ഞു. രാമനാകട്ടെ പിതാവിനെയും കൈകേയിയെയും നമസ്കരിച്ച് പുറത്തേക്ക് എഴുന്നള്ളി. പുറത്തിറങ്ങിയ രാമനെ ബാഷ്പാകുലനായി അതിക്രുദ്ധനായി ലക്ഷ്മണൻ അനുഗമിച്ചു. അതിനെപ്പറ്റി ഒട്ടും ഗൗനിക്കാത്ത രീതിയിൽ, ഒട്ടും പതർച്ചയില്ലാതെ, ബുദ്ധിയെ വ്യതിചലിക്കാൻ സമ്മതിക്കാതെ രാമൻ അവിടെ ഇരുന്ന അഭിഷേക സാമഗ്രിയെ പ്രദക്ഷിണം ചെയ്ത് പുറത്തേക്ക് എഴുന്നള്ളി. രാജാധികാരം നഷ്ടപ്പെട്ടെന്ന വസ്തുത അദ്ദേഹത്തിൻ്റെ രൂപഭാവങ്ങളിലൊന്നും പ്രതിഫലിക്കാതെ വനത്തിലേക്ക് പോകുവാൻ നിശ്ചയിച്ചുറച്ച രാമൻ നിസ്സംഗനായി നിലകൊണ്ടു. രഥത്തെയും തൻ്റെ പരിജനങ്ങളെയും നഗരവാസികളെയും എല്ലാം ഒതുക്കി മാറ്റി രാമൻ മാതാവിനെ ഈ ദുഃഖവാർത്ത അറിയിക്കാൻ അരമനയിലെത്തി. സ്വതേ രാമനിൽ ജ്വലിക്കുന്ന തേജസ്സിന് ഒരു കുറവുമില്ലാതെ കണ്ട ജനങ്ങൾ ഒന്നും സംശയിച്ചില്ല. എല്ലാവരോടും നല്ല വാക്കുകൾ പറഞ്ഞ് അദ്ദേഹം മാതാവിൻ്റെ അരമനയിൽ പ്രവേശിച്ചു. എല്ലായ്പ്പോഴും കൂടെയുള്ളവനായ ലക്ഷ്മണൻ തൻ്റെ ദുഃഖത്തെ ഒതുക്കിക്കൊണ്ട് അനുഗമിച്ചു. രാമനാകട്ടെ അഭിഷേക വിഘ്നം കൊണ്ട് വന്നു ചേർന്ന അവസ്ഥയിൽ ഈ ജനമനസ്സുകളിൽ ഉണ്ടാകാവുന്ന ദുഃഖത്തെ വിചാരം ചെയ്തുവെങ്കിലും പുറമേ അതൊട്ടും ഭാവിച്ചില്ല. 19 സർഗം അവസാനിക്കുന്നു. നമസ്തേ.